മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനും ജനകീയ കാൽനടയാത്രാ സമരത്തിൽ പങ്കെടുത്തവർക്കുമെതിരെ കേസെടുത്ത വനംവകുപ്പ് നടപടി പ്രതിഷേധാർഹമാണെന്നും ഇല്ലാത്ത അധികാരം സ്ഥാപിച്ചും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞും വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. അതേസമയം സമാധാനപരമായി പ്രതിഷേധിച്ച പുന്നക്കോട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്ത കേസ് സർക്കാർ ഇടപെട്ട് പിൻവലിക്കണമെന്നും രാജപാത പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ആലുവ മൂന്നാർ പഴയ രാജപാതയിൽ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ച ജനകീയ കാൽനടയാത്രാ സമരത്തിൽ പങ്കെടുത്ത മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനും ജനപ്രതിനിധികളും ഉൾപ്പെടെ 23 പേർക്കെതിരെ കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവിച്ചു. ആലുവയിൽ നിന്നും ആരംഭിച്ച് കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, പെരുമ്പൻകുത്ത് വരെ എത്തിച്ചേരുന്ന ആലുവ മൂന്നാർ റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്ന പാതയാണ്. രാജഭരണകാലത്ത് നിർമ്മിച്ചതും അക്കാലം മുതൽ വാഹന ഗതാഗതം നടത്തുന്നതുമായ പ്രസ്തുത പാതയുടെ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള ഭാഗം വനംവകുപ്പ് അന്യായമായി കയ്യേറി അടച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഈ റോഡിൽ ബാരിക്കേഡ് നിർമ്മിച്ച് വാഹന ഗതാഗതം തടയുകയും പൊതുജനത്തിന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെ വനത്തിലൂടെയുള്ള റോഡ് കയറ്റിറക്കങ്ങളില്ലാതെ മൂന്നാറിലേക്ക് യാത്ര ചെയ്യാനുള്ള ദൂരം കുറഞ്ഞ പാതയാണ്. മാങ്കുളം, ആനക്കുളം പ്രദേശത്തുനിന്ന് 1 മണിക്കൂർ കൊണ്ട് കോതമംഗലത്ത് എത്തിച്ചേരാവുന്ന റോഡുമാണിത്. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ഞായറാഴ്ച ജനകീയ യാത്രയിൽ പങ്കെടുത്തത്. അവരോടൊപ്പം ചേർന്ന് കാൽനടയാത്ര ചെയ്ത പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ജനപ്രതിനിധികളായ ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിട്ടുണ്ട്. ആയതിനാൽ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിലുള്ള വനംവകുപ്പിന്റെ നടപടികൾ അങ്ങേയറ്റം അപലപനീയമാണെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വരുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ച രാജപാതയാണ് വനംവകുപ്പ് അന്യായമായി കയ്യേറിയിരിക്കുന്നത്. പൊതുമരാമത്ത് രേഖകളും രാജഭരണകാലത്തെ രേഖകളും പ്രകാരം റോഡെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും പഴയ പാലങ്ങളും അതിരുകളും ഉള്ളതുമായ വഴിയിലൂടെ നടന്നതിന് കേസെടുത്തിരിക്കുന്ന വനംവകുപ്പിന്റെ നടപടി മൗലികാവകാശ ലംഘനമാണ്. സമരത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും വനത്തിൽ അതിക്രമിച്ചു കയറിയിട്ടില്ല. പൊതുമരാമത്ത് റോഡിലൂടെ നടക്കുക മാത്രമാണ് ചെയ്തത്. ഇല്ലാത്ത അധികാരം സ്ഥാപിച്ചും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞും വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലികാവകാശ ലംഘനങ്ങളിൽ സീറോ മലബാർ സഭ കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണെന്നും സമാധാനപരമായി പ്രതിഷേധിച്ച മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്ത കേസ് സർക്കാർ ഇടപെട്ട് പിൻവലിക്കണമെന്നും രാജപാത പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഷെക്കേന ന്യൂസ്, കൊച്ചി.